മേഘൻ അവന്റെ അച്ഛനേക്കാളും കുഴപ്പക്കാരനായിരുന്നു അവൻ വീഴുന്നതിന് മുമ്പ്. ഇനി അവൻ എന്തെങ്കിലും നോർമൽ ആവുകയാണെങ്കിൽ, സംസാരിച്ചു തുടങ്ങുവാണെങ്കിൽ അവൻ പറയും അന്നത്തെ ദിവസത്തെപ്പറ്റി, അവൻ വീണുപോയ ദിവസത്തെപ്പറ്റി. അന്നവൻ എന്നെ തോമസ് സാറിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയത് സ്നേഹിക്കാനല്ല, കൊല്ലാനാ. അതിനുള്ള ശിക്ഷ അവനിപ്പോ കിട്ടിയത്. ഇതൊന്നും എന്റെ അറിവോടെ അല്ലല്ലോ മോനെ. നിങ്ങളുടെ മോൾ ഇടയ്ക്ക് ഇവിടെ വന്നു നിന്നല്ലോ. എന്തിനായിരുന്നു അത്? മഹി ഞാനും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞു എന്നറിഞ്ഞിട്ട് അവളെ മനപ്പൂർവ്വം ഇവിടേക്ക് കൊണ്ട് നിർത്തിയതല്ലേ? മഹിക്ക് പകരക്കാരിയാവാൻ വേണ്ടിയിട്ട്. ആണോ അല്ലയോ? എന്താടി നിന്റെ നാവിറങ്ങിപ്പോയോ? അതെന്താ, നിങ്ങൾ അറിഞ്ഞിട്ടല്ലേ? അതേപ്പറ്റി ദുർഗയ്ക്കും അറിയായിരുന്നല്ലോ. അതെ, എന്നാ എനിക്ക് അറിയാത്തൊരു കാര്യം ഉണ്ടായിരുന്നടി. അത് എന്റെ വിശ്വേട്ടന്റെ കൊലയാളിയുടെ മകളാണെന്ന് അന്നെനിക്കറിയത്തില്ലായിരുന്നു. അതറിഞ്ഞ ശേഷം പഴയ കാര്യങ്ങളൊക്കെ ഞാൻ ഓർത്തെടുത്തത്. കണ്ണം മോന്റെ അമ്മ മരിച്ചതിന് ശേഷം രണ്ടാം കെട്ടുകാരനെ വേണ്ട വേണ്ടെന്ന് ഞാൻ പലതവണ വാമദേവനോട് പറഞ്ഞതാ. അതിന് നീയും സാക്ഷിയ. എന്നിട്ട് അവസാനം എന്നെ ഈ വീട്ടിലേക്ക് ഒരുപാട് സമ്മർദ്ദം ചെലുത്തിയാണ് അയാളും നീയും എന്റെ ബന്ധുക്കളെ കൂടി ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. ഇവിടെ വന്നതിന് ശേഷം കണ്ണൻ എനിക്ക് ജീവനായിരുന്നു. എന്റെ മക്കൾ ജനിച്ചിട്ടും ഒരിക്കൽ പോലും ഒരമ്മയുടെ സ്നേഹം ഞാൻ ഇവന് കൊടുക്കാതിരുന്നിട്ടില്ല. അത് ഇവനറിയാം, ഇവനത് ഓർമ്മയുണ്ട്. അങ്ങനെയുള്ള എന്നെ വിശ്വേട്ടന്റെ മരണശേഷം പല രീതിയിലും വഴിതെറ്റിക്കായിരുന്നു നീയും നിന്റെ ഭർത്താവും കൂടി. ആ പാപത്തിനുള്ള ശിക്ഷ പിന്നീട് എനിക്ക് കിട്ടിയത്. ഇന്ന് എന്റെ മോൾ എന്നെ വെറുപ്പോടെ നോക്കുന്നെങ്കിൽ, അവളുടെ മുന്നിലേക്ക് ചെല്ലുമ്പോ എന്നെ ആട്ടിപ്പായിക്കുന്നെങ്കിൽ, അതിന്റെ കാരണം ഞാൻ എന്റെ കണ്ണമ്മോരോട് ചെയ്ത തെറ്റിന്റെ ഫലം തന്നെയാടി. അതുകൊണ്ട് ഇനി പഴയ പടി തുടരാൻ എനിക്ക് താല്പര്യമില്ല. കണ്ണൻ സന്ധി ചെയ്താലും നിന്റെ കുടുംബമായിട്ട് എനിക്കിനി ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് കയ്യും നീട്ടി യാചിക്കാനായിട്ട് ഇങ്ങോട്ട് വരരുത്. മോനെ, മറ്റുള്ളവർ മുമ്പേ വന്നിന്ന് കരയുമ്പോ ഒരു ഗതിയും പരഗതി ഇല്ലാന്ന് പറയുമ്പോ എന്റെ മനസ്സലിയും, പ്രത്യേകിച്ച് അവര് ബന്ധുക്കളാണെങ്കിൽ. പക്ഷേ ഇവിടെ വാമദേവൻ എനിക്ക് നഷ്ടപ്പെടുത്തിയത് എന്റെ അച്ഛനെയാ, അമ്മയ്ക്ക് അമ്മയുടെ കുട്ടികളുടെ അച്ഛനെയാ. അതുകൊണ്ട് ഇനി കാലണയുടെ പ്രയോജനം ഈ കുടുംബത്തിൽ നിന്ന് നിങ്ങൾക്കുണ്ടാവുമെന്ന് കരുതണ്ട. സ്വാതിയുടെ കല്യാണം ഞാൻ മുന്നിൽ നിന്ന് നടത്താന്ന് നേരത്തെ പറഞ്ഞതാ. പക്ഷേ ഇനി അതും പ്രതീക്ഷിക്കണ്ട. വളഞ്ഞ വഴിയിലൂടെ വാമദേവൻ ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നീ നിന്റെ മോളെ അങ്ങ് കെട്ടിക്ക്. ഇനിയിപ്പോ കേസൊക്കെ നടത്തണ്ടേ ദുർഗെ? നടത്തണം. കേസിൽ നിന്ന് രണ്ട് രക്ഷപ്പെടുമെന്ന് കരുതണ്ട. അനധികൃതമായിട്ട് ഉണ്ടാക്കിയ പണോ, അതൊക്കെ കേസ് നടത്തി പോട്ടെ. അച്ഛനും മോനും ഇപ്പൊ അഗസ്തി കൂടത്തില്ല. തോമസ് സാറിന്റെ അടുത്ത് ആരോഗ്യം വീണ്ടെടുത്തിട്ട് അവനൊക്കെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ജയിലിൽ കിടക്കേണ്ടവൻ ജയിലിൽ തന്നെ കിടക്കണം. മോനെ, അവക്ക് നല്ല നല്ല ആലോചനകളൊക്കെ വരുന്നുണ്ട്. ആലോചനകളൊക്കെ മുടക്കാൻ ഞങ്ങൾ ആരും വരില്ല. അവളൊരു കൊലയാളിയുടെ മോളാണെന്ന് ഞങ്ങൾ പറയത്തുമില്ല. പക്ഷേ ഈ വീട്ടിൽ നിന്നോ കണ്ണന്റെ അടുത്തുനിന്നോ ഇനി കാലണയുടെ സഹായം ഉണ്ടാവില്ലെന്നാ ഇവൻ പറഞ്ഞത്. അത് നിനക്ക് മനസ്സിലായെങ്കിൽ മര്യാദയ്ക്ക് പോവാൻ നോക്ക്. പറഞ്ഞു കേട്ടില്ലേ, നിങ്ങൾക്ക് പോവാം. മഞ്ജു ഇന്ന് സാഗറിനൊപ്പം പോയതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന കൂട്ടത്തിലാ ഞാൻ. അവളിന്ന് നിങ്ങളുടെ വീട്ടിലായിരുന്നെങ്കിൽ എന്റെ അച്ഛനെ കൊന്നവന്റെ മകന്റെ ഭാര്യയാണല്ലോ അവളെന്നൊരു കുറ്റബോധം ഇപ്പോഴും എനിക്ക് കണ്ടേനെ. എന്റെ കാര്യം അങ്ങനെ തന്നെയാ മോനെ. ഇനി ഞാൻ നിങ്ങളോട് സിമ്പതി കാണിച്ചാ എന്റെ അച്ഛൻ എന്നോട് പൊറുക്കില്ല. അറിയാലോ ഈ മാസത്തെപ്പറ്റി. കർക്കിടക മാസം, മരിച്ചവർക്ക് ബലി കൊടുക്കുന്ന മാസം. ഈ മാസത്തിൽ എന്റെ അച്ഛന്റെ അമ്മയുടെ ആത്മാക്കൾ ഈ ഭൂമിയിലുണ്ട്. അവരെ വേദനിപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് പൊക്കോ, മര്യാദയ്ക്ക് പൊക്കോ.
ഇനി എന്തിനാടി നോക്കി നിൽക്കുന്നേ? ഇനി നിന്നെ തല്ലി ഇറക്കണോ?